സ്വന്തം നാടിനെ കുറിച്ച് ഉള്ള എന്താ ഓർമ്മകള്? നല്ല ഓർമ്മകൾ. പേരടക്കം ആൾക്കാരറിയട്ടെ. സ്വന്തം നാട് ഇവിടെ എറണാകുളത്ത് അടുത്ത് തന്നെയാണ്. എറണാകുളം തന്നെയാണ്. പൂക്കാട്ടുപടി മലയിടംതുരുത്ത് എന്നാണ്. പൂക്കാട്ടുപടി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് മലയിടംതുരുത്ത്. അപ്പോൾ അവിടെ നല്ലൊരു വില്ലേജാണ്. പിന്നെ ഒരു പാടത്തിന്റെ സൈഡിലൊക്കെ ആയിരുന്നു വീട്. അങ്ങനെ കുറെ. പിന്നെ അവിടെ പാരല്ലേ? അവിടെ വല്യച്ഛനും വല്യമ്മയും അച്ഛൻ്റെ ചേട്ടനും ഫാമിലി. ഞങ്ങൾക്ക് അവിടെ സ്ഥലമൊക്കെ ഉണ്ട്. വീട് അവിടെ തന്നെ വെക്കണം. അവിടെ നിന്ന് മാറിയെങ്കിലും വീട് അവിടെ തന്നെ വെക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അവിടുത്തെ ആൾക്കാർ അച്ഛനും അമ്മയ്ക്ക് അവിടെ നിന്ന് മാറാനോ അവിടെ നിന്ന് വരാനൊന്നും താല്പര്യമില്ല. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്കുണ്ടല്ലോ കാർത്തിക അന്ന് ലിഡിയ ജേക്കബ് ആയിരുന്നല്ലോ അവിടെ. ഈ കാർത്തികയായിട്ടുള്ള തിരിച്ചുള്ള സ്റ്റാർ ആയിട്ടുള്ള പോകുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നോ? ഞാൻ ആദ്യം പറഞ്ഞില്ല, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അവർക്കൊരു ഇതുണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു. നമ്മളങ്ങ് പോയി പിന്നെ ഇനി മൈൻഡ് ചെയ്യൂ. അതെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഇപ്പം അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനതുപോലെ ഒരിക്കലും മിസ് ചെയ്തിട്ടൊന്നുമില്ല. നാട് എപ്പോഴും സമയം കിട്ടുമ്പോൾ പോകാറുണ്ട്. ഒരിക്കലും മാറി നിൽക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കങ്ങനെ അവരെ മിസ് ചെയ്തിട്ടില്ല. എന്താ പറയുക, അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവിടെയാണോ സ്കൂളൊക്കെ ചെയ്തേ? സ്കൂൾ അവിടെ അടുത്ത് തന്നെയായിരുന്നു. 7th വരെ ഒരു സെൻറ്റ് ജോസഫ് UP സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ചുണങ്ങംവേലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു. പിന്നെ 10th ഒക്കെ ആയപ്പോഴേക്കും അവിടെ ബെത്ലഹേം ഗേൾസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഞാറല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അങ്ങനെ ഗേൾസിന്റെ ഇടയിലേക്ക് ഹൈസ്കൂൾ അവിടെ ആയിരുന്നു. അതൊരു മിക്സഡ് ആയിരുന്നു. അതൊരു മിക്സ്ഡ്. പിന്നെ നേരെ പരോളിൽ നിന്ന് നേരെ ജയിലിലേക്ക് പോയി മാറിയിട്ടുണ്ടാവല്ലേ? പക്ഷെ ഞങ്ങളായിരുന്നു കേട്ടോ ഗേൾസ് ഭയങ്കര. ഇപ്പോഴത്തെ ഗേൾസ് ആണ് ഏറ്റവും പ്രശ്നം ബോയ്സിനെക്കാൾ. എന്താണ് ഗേൾസിന് പണ്ടേ മുതല് ഇവരിങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ബോയ്സ് എല്ലാം ഒതുങ്ങിയിട്ട് ഗേൾസ് രാജാക്കന്മാരായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ബോയ്സ് സ്കൂളാ ഗേൾസ് ഞങ്ങളായിരുന്നു മൊത്തം തല്ലിപ്പോയി. എങ്ങനെ ബാക്ക് ബെഞ്ചർ ആയിരുന്നു അതോ മുമ്പിലുള്ള എങ്ങനെയാണ് പഠിക്കുന്ന കുട്ടിയാണോ? ഇല്ല, നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് വരും. അങ്ങനെ ഭയങ്കര സ്റ്റുഡിയോ സ്റ്റുഡന്റ് ആയിരുന്നു കാർത്തിക അതോ അങ്ങനെ? ഇല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട്. പിന്നെ അന്നും ഇതുപോലെ എന്തെങ്കിലും എനിക്ക് സിനിമയും അല്ലെങ്കിൽ പാട്ടും നൃത്തവും ഇതിലൊക്കെ ഇഷ്ടം. എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുക, നമുക്ക് സ്കൂളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ അതൊക്കെ വരുമ്പോൾ ഭയങ്കര സാമൂഹ്യ പ്രവർത്തനമായിരുന്നു. ക്ലീൻ ചെയ്യുക, പായസം വെക്കാൻ കൂടെ, ഇങ്ങനെയൊക്കെ ബാഡ്ജൊക്കെ കുതി നടക്കുക, ഇങ്ങനെയൊക്കെ ഇഷ്ടമായിരുന്നു. അല്ലാതെ ഈ നാടകത്തിൽ ഉപയോഗിച്ചിട്ടില്ല? ഒന്നുമില്ല. നാടകം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നാടകം ഓർമ്മയുണ്ട്. ഒരു ടാബ്ലോയാണ് ചെയ്തത്. അതൊന്നും ചെയ്യണ്ടല്ലോ. അതൊരു മുസ്ലിം സ്ത്രീയായിട്ട് ഇങ്ങനെ അള്ളാ എന്ന് പറഞ്ഞ് വെള്ളയിട്ട് നോക്കി നിന്നു. അതൊന്നും ചെയ്യണ്ട. അതായിരുന്നു ഫസ്റ്റ് സ്റ്റേജ്. പിന്നെ ആ ഒപ്പനയ്ക്കൊക്കെ നടുവിലിരുത്തിയിട്ടില്ലേ? ഒരു രൂപം. പിന്നെ ഒപ്പന കളിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും അറിയില്ല കേട്ടോ, അതൊക്കെ പൊട്ടത്തരം കാണിക്കും. പിന്നെ നാടകം ചെയ്തിട്ടുണ്ട്. അത് 3 നാടകം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഏറ്റവും 3rd പ്രൈസ് കിട്ടി. അതായിരുന്നു ബഹളം. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ എനിക്ക് നാട്ടിലിറങ്ങാൻ വരെ നാണക്കേടായിരുന്നു. കുറെ കുട്ടികളൊക്കെ പഠിക്കുന്നവരുണ്ട് കൂടെ. അതില് നാടകത്തിലെ കാരണവരായിരുന്നു. വീട്ടിലെ അച്ഛനായിരുന്നു. അപ്പൊ ഞാൻ ഈ ബോയ്ക്കട്ടായിരുന്നു മുടി. 10th വരെ ബോയ്ക്കട്ട്. ഫിലിമിൽ വന്നിപ്പിക്കാൻ മുടിയൊക്കെ വളർത്തി തുടങ്ങി. അപ്പോൾ പിന്നെ ഭയങ്കര ചുരുണ്ട മുടിയില്ല. അപ്പൊ അത് കെയർ ചെയ്യാൻ അമ്മയ്ക്ക് പ്രയാസമായതുകൊണ്ടൊക്കെ മൊട്ടടിച്ച് വിടും. അപ്പൊ അതുകൊണ്ട് അച്ഛനാക്കും എല്ലാവരും. പെട്ടെന്ന് വീട്ടിലെ അപ്പൊ കൺമഷി വെച്ചിട്ട് മീശയൊക്കെ വെച്ചിട്ട് പകുതി പഠിച്ചിട്ടാ കയറിയിരിക്കുന്നത് സ്റ്റേജില്. അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി കയറിയിരിക്കുക. ഭയങ്കര ടെൻഷൻ. ഈ മക്കളൊന്നും ശരിയാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തുടപ്പങ്ങൾ മീശയല്ല, കരി വെച്ച് ഫേസ് മുഴുവനായിട്ട് എല്ലാവരും കൂട്ടച്ചിരി. ഇത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധമില്ല, ഒന്നും അറിയുന്നില്ല എന്തായി സംഭവം. ആൾക്കാരെ ചിരിക്കുന്നത് എല്ലാം കഴിഞ്ഞ് 3rd പ്രൈസ് ഒക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ബസ്സിൽ ഏറ്റവും ലാസ്റ്റ് ബസ്സിനാണ് അന്ന് പോയത്. എന്താ പറയാ, ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കൂവി വിളിച്ച് പുറത്തുനിന്ന് സ്കൂളിൽ നിന്നുള്ള പിള്ളേരൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റേജിൽ കയറിയില്ല. പിന്നെ പള്ളിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാം. അതും നമ്മൾ പക്ഷെ അന്നൊക്കെ ഉണ്ടല്ലോ, അന്ന് ചേട്ടൻ ഈ ഡയറക്ടേഴ്സ് ചേട്ടന്മാരൊക്കെ പറയും എവിടെയെങ്കിലും തപ്പലൊക്കെ വന്നു കഴിഞ്ഞാൽ പേരൊക്കെ മാറ്റി വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ അറിയാം. അപ്പോൾ ഒരു സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അന്നേ ഒക്കെ അങ്ങനെ ഒരു ഇതുണ്ട്. അന്ന് ഇതുപോലെ റബേക്കാന്ന് വിളിക്കേണ്ട അടുത്ത് വേറെന്തോ പേരൊക്കെ പള്ളിയിലെ നാടകത്തിന് വിളിച്ചിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ കടയിൽ പോയി സാധനം മേടിക്കാൻ നേരത്തെ ആ കടയിൽ ഏലിയാസ് ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടൻ ഇന്നലെ മാറി വിളിച്ച പേരാണല്ലേ, ഞങ്ങളത് പിന്നെ അറിഞ്ഞത്. ആരോടും പറയരുത്, നമ്മളൊക്കെ അഡ്ജസ്റ്റ്മെന്റിലാണ്. പിന്നെ അതും കൂടുതൽ ടാബ്ലോ ആയിരുന്നു, ഒന്നും ചെയ്യണ്ടല്ലോ. അച്ഛനോട് വേറെ സ്റ്റേജ് ഒന്നുമില്ല. പെട്ടെന്ന് അങ്ങനെ സിനിമയിൽ വന്നതാണ്. അച്ഛനും അമ്മ, ഒരു ബ്രദർ, പിന്നെ മറ്റേ കസിൻ ബ്രദേഴ്സ് വെരി ക്ലോസ് ടു. സിസ്റ്റർ ഉണ്ട്, ഇവരെല്ലാവരും ജോയിന്റ് ഫാമിലി. സാധാരണ നിലയിൽ പെട്ടെന്ന് ഒരു ഇത് വരുമ്പോൾ ആദ്യമായിട്ട് അച്ഛനോടാണോ അമ്മോടാണോ പറയാം? ആദ്യം അമ്മോടാ പറയാ. അങ്ങനെ കുഞ്ഞിലേക്ക് അച്ഛനോടായിരുന്നു കുറച്ചുകൂടെ. സാധാരണ പെൺകുട്ടികളൊക്കെ അച്ഛനോടും ആമ്പിള്ളേരൊക്കെ അമ്മയോടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ അമ്മോട് പറഞ്ഞാലും അമ്മ അത് സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ എത്തിച്ചിരിക്കും അച്ഛൻ്റെ അടുത്ത്. അതുകൊണ്ട് പ്രത്യേകിച്ച് രണ്ടുപേരെ ഇരുത്തി പറയുകയാണെങ്കിൽ എന്നാലും അച്ഛൻ്റെ അടുത്ത് നേരിട്ട് പറയാനൊരു ചെറിയൊരു പേടിയുണ്ട്.
പേടിയൊന്നുമല്ല, അച്ഛൻ ഫ്രണ്ട്ലി ആണ്. പക്ഷെ എന്നാലും ആദ്യം അമ്മയുടെ അടുത്ത് പറയുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ നന്നായിട്ട് ഓപ്പണായിട്ട് പറയാൻ പറ്റും. അമ്മയാണ് ആദ്യം പറയുക, പിന്നെ അത് അച്ഛൻ അറിഞ്ഞോളൂ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് തന്നെ പറയണം. അമ്മ കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. വേറെ എന്തൊക്കെയാ ഓർമ്മകളാണ് നിങ്ങളുടെ നാടിനെ കുറിച്ച് ആലോചിക്കുന്നത്? ഞങ്ങളൊരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ റിലീജിയസ് ആണ്, എല്ലാ ഞായറാഴ്ചയും പള്ളി ഞായറാഴ്ചയും പള്ളി, ക്രിസ്മസ് കോയർ, പള്ളി വീട്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് 2 ആശ്രമമുണ്ട്. പ്രത്യാശ ഭവൻ എന്ന് പറഞ്ഞിട്ടൊരു ആശ്രമം. പിന്നെ ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മൾ കുഞ്ഞു പുൽക്കൂടൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഒരുപാട് വലിയ പുൽക്കൂട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരു ആഘോഷമായിരുന്നു. അതൊക്കെ എനിക്ക് കുറെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അത് ഇഷ്ടപ്പെട്ട ആഘോഷങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങളുടെ പള്ളിയിലൊരു പെരുന്നാൾ വരും, അത് ഭയങ്കര രസമുള്ള. അത് സെപ്റ്റംബർ 7, 8 സെന്റ് മേരീസ് ചർച്ചാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പെരുന്നാൾ വരും. അപ്പോൾ അങ്ങനെ കൂടാറുണ്ട്. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഒരു വർഷം പോലും മുടക്കാത്തൊരു കാര്യം അതാണ്. പോവാറുണ്ട്. എവിടെയാണെങ്കിലും എനിക്കിതുവരെ എത്താൻ പറ്റിയിട്ടുണ്ട്.